ഹലോ, ഇന്ന് നമുക്കൊരു ന്യൂ ഇയർ സെലിബ്രേഷൻ കണ്ടാലോ? എവിടേക്കാണ് പോകുന്നത്? വെടിക്കെട്ട് കാണാനാണോ? വെടിക്കെട്ട് കാണാനാണോ ഡി കുഞ്ചി? കമാൺ കമാൺ പൊന്നെ, നമുക്ക് പോവാം. ഇപ്പം സമയം 11:50 സംതിങ് ആയി. വേഗം പോകണം, 12 ആകുമ്പോഴേക്കും പുറത്തെത്തണം. അച്ഛൻ റെഡിയായി, ഗ്ലൗ ഇട്ടു, അമ്മ റെഡിയായി. കുഞ്ഞുമണിയും അമ്മയും അച്ഛയും എല്ലാം കൂടെ പോവാണേ, ഓടി ഓടി പോവാണേ. ഇതെല്ലാം ഇട്ടു. തൊപ്പി എടുത്ത് ഓടി വന്നു. ഞങ്ങൾ ലിഫ്റ്റ് ഇറങ്ങുമ്പോഴേക്കും ഇതാണ് അമ്മൻ്റെ കോസ്റ്റ്യൂം. ഞങ്ങൾ പോവാണേ. കുഞ്ഞുമണി കുഞ്ഞുമണി. ഞാൻ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുക. 12 മണിയാണ് പറയും. അവരതേ ബാക്കിൽ വരുന്നുണ്ട്. എൽബേൻ്റെ പാർക്കിൻ്റെ അവിടെയാണ് വെടിക്കെട്ടുള്ളത്. വേഗം പോകും കണ്ടാ, വേഗം വരൂ. അലറിക്കൂവി വിളിച്ചപ്പോൾ എന്താണെന്നറിയില്ല, ഭയങ്കര സമാധാനം. അപ്പോഴേക്കും 12 മണി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെടിക്കെട്ട് ഓൾറെഡി തുടങ്ങി. അപ്പോൾ ഞങ്ങൾ ഓടി എത്തിക്കൊണ്ടിരുന്നത്. ഒരു ബ്രിഡ്ജുണ്ട്, ഒരു എൽബേ എന്ന് പറഞ്ഞൊരു റിവറുണ്ട്, അതിൻ്റെ മേലെ കൂടെ ഉള്ള ഒരു ബ്രിഡ്ജ്. അപ്പോൾ അതിന് സൈഡിലൊക്കെ കുറേ പാലസുകളാണ്. അപ്പോൾ ഈ ബ്രിഡ്ജിൻ്റെ മേലെ നിന്ന് ഓരോരോ ബ്രിഡ്ജിൻ്റെ മേലെ നിന്ന് ആൾക്കാർ പൊട്ടിക്കും. അതിൻ്റെ താഴെ കുറേ സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ നിന്നും പൊട്ടിക്കും. മൊത്തത്തിൽ കാണാൻ നല്ല രസമാണ്. അപ്പോൾ അതൊന്ന് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഓടുമായിരുന്നു. ശ്രീനിയും ഉണ്ണിയും ഒരു സൈഡിൽ നിന്നു. ഞാൻ മാത്രം പോയി, കാരണം എന്തെങ്കിലും ഒരു ഇഷ്യൂ വരണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അങ്ങനെ സംഭവം പാലത്തിന് മേലെ നിറയെ ആൾക്കാരായിരുന്നു. എനിക്കൊന്ന് ഒരു ഗ്യാപ്പ് കിട്ടുന്നുണ്ടായിരുന്നില്ല. ഞാനിങ്ങനെ ഒറ്റയ്ക്കായതുകൊണ്ട് പിന്നെ ഇടയിൽ കൂടെ ഞാൻ ഞെരുങ്ങി കയറി എങ്ങനെയൊക്കെയോ ഒന്ന് കണ്ടു. പിന്നെ എല്ലാവരും ഭയങ്കര സ്മോക്കിങ്ങും ബിയറും ഇതൊക്കെ കൊണ്ടാണ് നടക്കുന്നുണ്ടായിരുന്നു. അപ്പം അത്ര സേഫല്ല. എന്നാലും ഞാനൊരു ധൈര്യം സംഭരിച്ച് ഇടയിൽ കൂടെയൊക്കെ കയറിപ്പോയി എല്ലാം ഒന്ന് കണ്ടിട്ട് വന്നു. ആ റിഫ്ലക്ഷനും എന്താ പറയുക, ആ ഒരു നൈറ്റ് വ്യൂവും സൂപ്പറായിരുന്നു. അത് ഇപ്പോൾ വീഡിയോയിൽ എത്രത്തോളം വന്നിട്ടുണ്ടെന്ന് അറിയില്ല, പക്ഷെ എന്നാലും കാണാൻ ഭയങ്കര അത്യാവശ്യം ഒന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ തിരിച്ച് നടക്കുകയാണ്. അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന അത്ര ശരിയല്ല, ഭയങ്കര കുറയ്ക്കായിരുന്നു. എവിടെ നിന്നാണ് പൊട്ടിക്കാന്നൊന്നും അറിയില്ല. അപ്പോൾ ഞാൻ നല്ല തിരിച്ച് നടന്നു. നല്ല ദൂരെ നിൽക്കാം. പിന്നെ ടെമ്പറേച്ചറും ഭയങ്കര ലോ ആയിരുന്നു. -1 ആയിരുന്നു. ഫീൽഡ്സിലേക്ക് -6 അങ്ങനെയായിരുന്നു. നല്ല തണുപ്പുണ്ടായിരുന്നു. പിന്നെ ഇവിടെ കഴിഞ്ഞ വർഷം വന്നതിനെ വെച്ച് നോക്കുമ്പോൾ അത്ര തണുപ്പ് കഴിഞ്ഞ വർഷം ഫീൽ ചെയ്തതിൻ്റെ അത്ര ഇല്ല, എന്നാലും തണുപ്പുണ്ട്. അപ്പം ഞാൻ ഉണ്ണി കുറേ നേരം ഇല്ലേ പുറത്ത് നിൽക്കുന്നു. അപ്പോൾ ഞാൻ തിരിച്ചു പോകാമെന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോവാം. പക്ഷെ കണ്ടിട്ട് എനിക്ക് മതിയാകുന്നില്ല. അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പൊട്ടിക്കുന്നുണ്ട്. അയ്യോ, ഞാൻ ഒറ്റയ്ക്കായിരുന്നു, കുറേ നേരം നിൽക്കായിരുന്നു തോന്നി. നമ്മളിതെല്ലാം കഴിഞ്ഞ് വെടിക്കെട്ട് കഴിഞ്ഞിട്ട് തിരിച്ചു പോവാണേ. കുഞ്ഞുമണി ഉറങ്ങിയപ്പോൾ അവനെ അടച്ചു.
വെടിക്കെട്ട് തീരുന്നില്ല. അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പൊട്ടുന്നുണ്ട്. ഇങ്ങോട്ട് നോക്കണം എന്നറിയാത്തൊരവസ്ഥയാണ്. ഇവിടെ നോക്കിയിട്ട് തിരിയുമ്പോഴേക്കും അപ്പുറത്ത് പൊട്ടും. കുറേ ആൾക്കാരൊക്കെ തിരിച്ച് മെയിനായിട്ടുള്ള ഒരു ഇത് കഴിഞ്ഞപ്പോൾ എല്ലാവരും തിരിച്ച് വീട്ടിലേക്ക് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളും പോയി. അപ്പാർട്ട്മെൻറ്റ് എത്താറായപ്പോഴും അവിടെയും പോയിട്ടുണ്ടായിരുന്നു. എവിടെ നിന്നാലും കാണാൻ പറ്റുമായിരുന്നു. പക്ഷെ എന്നാലും ആ റിവറിൻ്റെ സൈഡിലുള്ള വ്യൂ ഒന്ന് കാണുന്നത് ഒരു പ്രത്യേക രസമാണ്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങോട്ട് പോയത്. ഇവിടെ തന്നെ നിന്നിരുന്നതിലും കാണാമായിരുന്നു. കണ്ടോ, വീടിൻ്റെ ഫ്രണ്ടിൽ നിന്നപ്പോൾ കാണുന്ന കാഴ്ച. പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി ഒരു പ്ലം കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതും വൈനൊക്കെ കൂടി കഴിച്ച് അങ്ങനെ ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്തു. അപ്പോൾ നിങ്ങളുടെ ന്യൂ ഇയറും സൂപ്പറായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഹാപ്പി ന്യൂ ഇയർ, ബൈ.